അണ്ണാ ഒരു 4 ചായ. മാമന് മധുരം വേണ്ടല്ലേ? എന്താ എനിക്ക് മധുരമൊക്കെ ഉണ്ടായിക്കോട്ടെ. ആ ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ. അപ്പോൾ നമ്മളൊരു ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങേരെ വരും. ഈ നമ്മുടെ പഞ്ചായത്തിലെ ജോലിക്കാരൊക്കെ ഇവിടുന്നാണോ സ്ഥിരം ചായ കുടിക്കണേ? അതല്ലേ? ആ ഇവരൊക്കെ എന്ന് ഇതേപോലെ 10-11 മണിക്കൊക്കെ ഓഫീസിലേക്ക് വരികയല്ലേ? പറഞ്ഞു മാത്രമേ. മാമോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ വരുന്ന നമ്മളെ കാര്യം നോക്കുക, പോവുക. ഞാൻ ചായം കെടുത്തു. കേക്കൊന്നും വേണ്ട. അതെ, എന്നെ മനസ്സിലായോ? ഞാൻ അഴകേശൻ. ഇത് പെങ്ങളുടെ മോളാണേ. ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് സ്വന്തമായിട്ട് 5 സെന്റ് ഭൂമി ഉണ്ടെങ്കിലേ 5 ലക്ഷം ഉറുപ്പ്യ വീട് വെക്കാൻ കൊടുക്കുന്നുണ്ട് ഇത്ര പഞ്ചായത്തിൽ നിന്ന്. ഇപ്പൊ ഇവൾക്ക് സ്ഥലമൊന്നും ഇല്ലല്ലോ. എൻ്റെ അടുത്താണെങ്കിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. ഞാനൊരു 5 സെന്റ് സ്ഥലം വെറുതെ ഇവൾക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു. അതിന് വെച്ചിട്ട് അവൾക്ക് പഞ്ചായത്തിൽ നിന്ന് കാശ് ഇട്ട് വീട് വെക്കാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, സുഖമായി ജീവിച്ചോട്ടെ. നമുക്കെന്താ? ഇവിടെ ആരെങ്കിലും ചോദിച്ചെന്തെങ്കിലും? അല്ല അന്ന് ഒന്നും ചോദിച്ചില്ലല്ലോ. അല്ല ഇപ്പൊ ഉള്ള കാര്യമില്ല. അതിപ്പോ മറ്റൊരു അറിഞ്ഞോണ്ട് ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക്? ഒരു ചായയുടെ പറയട്ടാ. വേണ്ട, ഒരു ചായ മതി. അപ്പുറത്താണ്. വന്നു തോന്നുന്നു. ഹലോ, സെക്രട്ടറി ആണോ? അല്ല എന്തോന്നടി ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യണ്ടേ? ഇതാ വരുന്നേ. ആവശ്യം അവളെ കാലിൽ ചൂടുള്ള എടുത്ത് ഒഴിച്ചെന്ന്. അയ്യോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. ചൂടാവണെന്തിനാ അവളെ കാലിൽ കൂടെ വെള്ളം വീണപ്പോ ഓടിച്ചല്ലേ? കൊച്ചു കുട്ടിയാ ചൂടാവണെന്ന് ചോദിക്കാൻ? 10-30 വയസ്സായില്ലേ? നീ പോയി കഴിഞ്ഞാൽ സെക്രട്ടറി കണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അതൊന്നും പേടിക്കണ്ട, അവിടെ പോയാൽ മതി. കൊണ്ട കൊടുത്താൽ മതിയില്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചായയുടെ പൈസ അവൻ കൊടുത്തോളും. വേണ്ട കൊടുക്കാം. ശരി എന്നാ. അതെ, ആ ചായയുടെ പൈസ കൊടുക്ക്. വേറെ ചെലവൊന്നുമില്ലോ. 5 സെന്റ് സ്ഥലം ഞാനല്ലേ കൊടുത്തത്. ഞാൻ തന്നെയല്ലേ കൊടുക്കുന്നത്. അത് കൊടുക്കുക. അതാ പറഞ്ഞത്. കൊടുക്കാം. ചായ കുടിച്ച് തീർന്നോട്ടെ. ഒന്ന് വേമേം കുടിക്കേ. വേം പോണ്ട. ഇനിയപ്പോൾ അവിടെ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പിന്നിലേക്ക് കണ്ടുവരും നമ്മൾ. അതൊന്നുമില്ല, അതെല്ലാം അമ്പിളിക്കുട്ടൻ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാറ് വന്നാണ് ആദ്യം നമ്മളെയാണ് കാണുന്നത്. ഞാൻ എത്ര പഞ്ചായത്ത് മെമ്പർമാരെയും നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ പറയും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നേതാക്കളെ അറിയില്ല, മെമ്പർമാരെ അറിയില്ല. ഇത് മറ്റേ പശുവും പാലാണോ അതോ മറ്റേ കവറിൽ വരുന്ന പാലാണോ? റബ്ബറും പാല്. നല്ല പാല. നീ മറ്റേ മുന്നാധാരം എടുത്തിട്ടില്ലേ? അല്ല, അതവിടെ കാണിക്കേണ്ടി വരും. അതാ പറഞ്ഞു. അമ്മ അവ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ അവിടെ വെച്ച്? എടാ, പഞ്ചായത്തിലെ സ്ഥിതി കണക്കറിയില്ല. എല്ലാ പേപ്പർ കൊണ്ടായാലും അവർ മറിച്ചോക്കിയിട്ട് അവസാനം പറയും എവിടെ ആധാർ കാർഡ് ചോദിക്കും. ഇതിപ്പോ അങ്ങനെയൊന്നും വരത്തില്ല. അങ്ങനെ നടത്തിക്കാരിക്കാനല്ലോ അമ്പിളിക്കുട്ടൻ വിളിച്ച് പറഞ്ഞേക്കുന്നത്. നമ്മൾ ആളില്ലാതെ പോകുന്നില്ലല്ലോ. കാര്യത്തിനൊക്കെ ഒരുപാട് പോയിട്ടുള്ള ഞാൻ എന്നെ പഠിപ്പിക്കണ്ട. എല്ലാം എടുത്തിട്ടില്ലെങ്കിൽ അവിടെ ചെന്ന് എന്റെ സ്വഭാവം മാറും. എല്ലാം ഇനി നീ വേണം കണ്ടറിഞ്ഞ് ചെയ്യാം. വേണ്ട കാര്യം ഞാൻ അങ്ങോട്ട് ചെയ്തു തന്നുണ്ടല്ലോ. അല്ല, പറഞ്ഞു എന്ന് മാത്രം. ഈ 5 സെന്റ് ഭൂമി മാത്രമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് വീട് വെക്കാൻ പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപ കൊടുക്കണം. 600 സ്ക്വയർ ഫീറ്റ് വീട് പാടുള്ളൂ. ഇത് തന്നെ 4 ഗഡുക്കളായിട്ട് കൊടുക്കണം. ആദ്യം തറയ്ക്കൊരു ഗഡു, പിന്നെ ചവരിനൊരു ഗഡു, പിന്നെ വാർപ്പിനൊരു ഗഡു, പിന്നെ ഡോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഗഡു. ഇത് ഇവിടുന്ന് പാസ്സാക്കിയ നിയമമല്ലേ? നിങ്ങൾ പാസ്സാക്കിയല്ലോ. നിയമം എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. പറയും. ഇതിൽ പറയുന്ന ഒരു അഴകേശൻ ഞാനാണ്. ശരി. അത് ചീരത്തോട്ടം. അതെ, ചീരത്തോട്ടം എന്റെയാണ്. എനിക്ക് 50 സെന്റ് ചീരത്തോട്ടം ഉണ്ട്. അതൊന്നും ഒരു 5 സെന്റാണ് ഞാൻ അവൾക്ക് വെറുതെ കൊടുത്തത്. അതുകൊണ്ട് വീട് വെച്ച് ജീവിച്ചോട്ടെ. ഇതിന്റെ വടക്ക് ഭാഗത്തുള്ള വാഴത്തോപ്പ് രാമേന്ദ്രൻ. അതെ, രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു തെണ്ടിയുടെയാണ് ആ വാഴത്തോട്ടം. ഈ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാണല്ലോ, അവൻ ആരറിയോ? എന്റെ തോട്ടത്തിലെ കൂലിക്ക് വേല ചെയ്തോണ്ടിരുന്നവനാണ് അവൻ. അന്ന് അവനെ അഴകേശേട്ടാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നിന്നിരുന്നു. അവന്റെ മകൻ അമേരിക്കയിലെ പോയി കള്ളക്കടത്തൊക്കെ നടത്തിയിട്ട് കോടീശ്വരനായി. അപ്പൊ എന്റെ തോട്ടത്തിന്റെ തൊട്ടപ്പുറത്ത് ശങ്കരൻ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ വാഴത്തോട്ടം വിലക്ക് വാങ്ങി. അന്ന് തുടങ്ങിയതാണ് അവന് ആ അഹങ്കാരനോട്. എന്നെ പുറത്തിയടിക്കാൻ വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തു എന്നറിയോ? എന്റെ ചീരത്തോട്ടത്തിലേക്കും അവനും ഒപ്പുണ്ടായിരുന്ന വെള്ളം എടുക്കാൻ പറ്റിയൊരു കുളം, ആ വെള്ളം അവൻ തടുത്തു. ആ തെണ്ടി എന്നോടാ കളി. ഞാൻ നിൽക്കൂ സാറേ, ഞാനും ഇവനും
ഇവളുടെ ഭർത്താവും കൂടി അവിടെ ചെന്നിട്ട് അവൻ ഒരു പാഠം പഠിപ്പിച്ചതാ. പക്ഷെ അവൻ അങ്ങനെ ഞാൻ വെറുതെ വിടൊന്നുമില്ല. അന്ന് അവൻ ഒന്നൊതുങ്ങി, ഇപ്പൊ വീണ്ടും വന്നിരിക്കുക അവൻ. സാറ് പുറത്ത് പറയില്ല എന്നറിയാം, സാറോട് ഞാൻ സത്യം പറയാം. അവനെ പുകച്ച് പുറത്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ വീടിനോട് ചേർന്ന് ചീരത്തോട്ടത്തുനിന്ന് 5 സെന്റ് സ്ഥലം ഞാൻ ഇവൾക്ക് എഴുതി കൊടുത്തത്. ഏത് ഇവളവിടെ 5 സെന്റ് സ്ഥലത്ത് വീട് വെച്ചിരുന്നാൽ അവൻ ഒരു കേസും കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവനെ പുകച്ച് പുറത്ത് അടിക്കാൻ ഇവിടെ ഏതാ മോള്, ഇവിടെ അറിയോ, അവിൽദാറിന്റെ മോളാ, നല്ല ചങ്കൂറ്റുള്ള കുട്ടിയാ. ഇവൾ അവനെ പുറത്ത് അടിക്കാൻ അവൻ്റെ മുറ്റത്തേക്ക് മീൻ കഴുകിയ വെള്ളം ഒഴിക്കും, വേസ്റ്റ് മുഴുവൻ അവിടെ കൊണ്ടിടും. അങ്ങനെ പൊറുതി മുട്ടിച്ച് അവൻ അവിടുന്ന് പുറത്ത് അടിക്കും. ഇല്ലേ മോളെ? ആ, എന്റെ അമ്മാവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാനും എൻ്റെ അമ്മാവന് വേണ്ടി എന്തും ചെയ്യും. വേണം, ചെയ്യണം. എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിയ അമ്മാവന് വേണ്ടി എനിക്കും എന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്യണം. അമ്മാമൻ ചോദിച്ചാൽ എന്തും ചെയ്തു കൊടുക്കണം. എൻ്റെ അമ്മാവന്റെ പേരറിയാമോ? ഇല്ല. രാമചന്ദ്രൻ. ഈ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചീരത്തോട്ടത്തിന്റെ അപ്പുറത്തെ വാഴത്തോപ്പിന്റെ ഉടമസ്ഥൻ. അപ്പോഴേ ഞാൻ തന്നെ നോക്കി നടക്കുകയായിരുന്നു. ഞാൻ ഈ ഫയൽ ക്ലോസ് ചെയ്യുക. അല്ല, തനിക്ക് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ താനും തുറപ്പിക്കുക, ഒന്ന് കാണട്ടെ.